ഗോവയിൽ റെസ്റ്റോറന്റിൽ വൻ തീപിടുത്തമുണ്ടായി. 21 പേർ മരിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് നോർത്ത് ഗോവയിലെ റോമിയോ ലൈനിലുള്ള ബിർച്ച് നൈറ്റ് ക്ലബിൽ ഈ അപകടമുണ്ടാകുന്നത്. ഈ അടുക്കളയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും അതിവേഗം തീ പടരുകയുമായിരുന്നു. ഈ ദാരുണമായ അപകടത്തിൽ 23 പേരാണ് മരിച്ചിരിക്കുന്നത്. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരാണ്. അടുക്കളയിൽ ആ സമയത്തുണ്ടായിരുന്ന 3 സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. കൂടാതെ മരിച്ചവരിൽ 4 ടൂറിസ്റ്റുകളും ഉൾപ്പെടുന്നു എന്നാണ് ഗോവൻ പോലീസ് നൽകുന്ന വിവരം. ഈ അപകടമുണ്ടായ ഉടൻ തന്നെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് വലിയ ആഘാതം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 50ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബുകൾ നിരവധിയുള്ള ഒരു പ്രദേശത്താണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ സാമാന്യം തിരക്കുണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. പ്രദേശത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ട്. ഈ അർദ്ധരാത്രി ഈ അപകടമുണ്ടായി. തീയണച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിലെ ഉടമയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആവശ്യമായ ഈ ഫയർ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല ഈ റെസ്റ്റോറൻറ്റ് ഉടമകൾ എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.